ഇവിടെ ഉള്ളത് കൊണ്ടാണ് ആളുകൾ ഇങ്ങനെ ബഹളം കൂട്ടുന്നത്. ഒരു കാര്യം ചെയ്യും, ജീപ്പ് സ്റ്റേഷന്റെ പുറകെ കൊണ്ടിടാൻ പറയാം. നിങ്ങൾ പുറകുവശത്തുകൂടി ഇറങ്ങി വീട്ടിലേക്ക് പോയിക്കോളൂ. ഇല്ല സാർ, ഞാൻ അങ്ങനെ പോവില്ല. പറയുന്നത് മനസ്സിലാക്കൂ. നിങ്ങൾ ഇവിടെ നിന്നാൽ ആളുകളെ നിയന്ത്രിക്കാൻ കഴിയാതെ വരും. അവർ അക്രമാസക്തരാകും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നിങ്ങൾ പോകാൻ പറയുന്നത്. എന്തായാലും പിന്നിൽ കൂടി ഒളിച്ചു പോകാൻ ഞാൻ തയ്യാറല്ല. നിങ്ങൾ എന്ത് മനുഷ്യനായി പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഞാൻ ആരെ കൊന്നിട്ടില്ല സാർ. പിന്നെ ഞാൻ എന്തിനു പേടിക്കണം? ഞാൻ സ്റ്റേഷന്റെ മുന്നിൽ കൂടെ തന്നെ പോകും. അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ അടച്ചത് നീ. പക്ഷെ അപ്രതി മരിച്ച എങ്ങനെയാണെന്ന് നിനക്ക് അറിയില്ലെന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുമോ? ചേട്ടാ, ആ മനുഷ്യൻ എന്റെ ആത്മസുഹൃത്തായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് 4 വർഷം ജീവിച്ചവരാണ്. അതുകൊണ്ട് തെറ്റ് ചെയ്താ നീ അവനെ തല്ലില്ലേ? അപ്പോ ചേട്ടൻ തല്ലിക്കൊന്നാണോ ചേട്ടൻ പറയുന്നത്? അതിന് മറുപടി പറയേണ്ടത് അവനാ. ഏതായാലും ഈ സമയത്ത് നീ സ്റ്റേഷനിൽ നിന്ന് പോകുന്നത് ശരിയായില്ല. നേരാ, ആളുകൾക്ക് വല്ല സംശയം തോന്നിയാലോ? SP നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഇവൻ അവിടെ നിന്ന ജനങ്ങൾ സ്റ്റേഷന് തീ വയ്ക്കും. അത്ര ചൂട് പിടിച്ച് നിൽക്കുക ആൾക്കാര്. Excuse me, Mr. Suresh. You are under arrest. ഗോപകുമാർ മർദ്ദനമേറ്റ് മരിച്ചെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. നിങ്ങൾ ഗോപകുമാറിനെ ലോക്കപ്പിലിട്ട് മർദ്ദിച്ചെന്ന് പോലീസുകാർ മൊഴിയുന്നതിട്ടുണ്ട്. ഏത് പോലീസുകാരാണ് അങ്ങനെ പറഞ്ഞത്? ഐ വോണ്ട് ടു സീ ദം. അവരെ കോടതിയിൽ വെച്ച് കാണാം. കം ഓൺ. എന്റെ ദേവി, സുരേട്ടൻ കൊന്നിട്ടില്ല. ഇതിലെന്തോ ചതിയുണ്ട്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല മോളെ. നിന്റെ അമ്മയുടെയും ഈ പെണ്ണിന്റെയും കണ്ണുനീര് വീണ് ഈ വീട് മുടിയാതിരിക്കാൻ വേണ്ടി മാത്രമാണ് നിന്നെ ഞാൻ ജാമ്യത്തിൽ ഇറക്കിയത്. ഇനി അങ്ങോട്ട് ഒരു കാര്യത്തിനും എന്നെ പ്രതീക്ഷിക്കണ്ട. അല്ലെങ്കിൽ തന്നെ നമ്മുടെയൊക്കെ സഹായം അവനെന്തിനാ? നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ അവന്റെ ശത്രുക്കളല്ലേ. ഇവൻ ഇവിടെ നിന്ന് അവരാരെങ്കിലും ഇങ്ങോട്ട് തിരിഞ്ഞു കയറുമോ? എന്നെ ഓർത്ത് ആരും വിഷമിക്കണ്ട. ഞാൻ ഇവിടുന്ന് പോവുകയാണ്. മോനെ, ചേട്ടൻ പോകരുത്. പോണല്ലേ? ഞാൻ ഇനി ഈ വീട്ടിൽ നിന്നുകൂടാ. എന്റെ പേരിലുള്ള കൊലക്കുറ്റം എനിക്ക് പ്രശ്നമല്ല. പക്ഷെ മരിച്ചത് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്. അവനെ കൊന്നത് ആരാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. ഇവിടെ നിന്നാൽ അത് നടക്കില്ല. ഞാൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ തിരിച്ചു വരും. അവൻ പോയി തെളിയിച്ചിട്ട് വരട്ടെ, കാണാമല്ലോ. എന്തോ കാണാനാ? കൊലപ്പുള്ളിയെ ശിക്ഷിക്കും. തൂക്കിക്കൊന്നില്ലേ ഭാഗ്യം. ഒരു റൂം വേണം. ഉണ്ട്. ഒരു ഒപ്പിട്ടെ സാർ. അമ്പത്തിരണ്ട്. ഈ രേഖയാണ് ഭാഗ്യരേഖ. ഇംഗ്ലീഷിൽ ഇതിനെ മിസ് ഫോർച്യൂൺ ലൈൻ എന്ന് പറയും.
നമ്മുടെ ജീവിതത്തിലെ ജയാപജയങ്ങൾ കാണിക്കുന്നത് ഈ ലൈനാണ്. നിങ്ങളുടെ കയ്യിലെ ഭാഗ്യരേഖ നല്ല തെളിഞ്ഞതാണ്. പക്ഷേ ഇവിടെ ഒരു കട്ടുണ്ട്. അതിനെ പ്രതിബന്ധം എന്ന് പറയും. 2 വയസ്സിനും 22 വയസ്സിനും ഇടയ്ക്ക് എന്തെങ്കിലും സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ? ഉണ്ട്, എനിക്കുമുണ്ട്. അവനാണ് പ്രതിബന്ധം. അത് തരണം ചെയ്തിരിക്കുന്നു. ഇനി അങ്ങോട്ട് വാണം വിട്ട പോലെ കേറ്റമാണ്. സാറോ? അയ്യോ, സാറാണോ? ഇതെന്ന് തുടങ്ങി? തുടങ്ങിയതല്ല, ഞങ്ങൾ പരമ്പരയായിട്ട് ജ്യോത്സ്യന്മാരാ. പിന്നെ സ്വപ്പ രാഷ്ട്രീയം നോക്കിയെന്നേ ഉള്ളൂ. സാർ ഇവിടെ? ഞാൻ തൽക്കാലം അടുത്ത മുറി താമസത്തിന് വന്നിരിക്കേ. എന്നാ സാറ് മുറിയിലിരുന്നാട്ടെ, ഞാൻ ഈ കേസ് കെട്ടുകളെ ഒന്ന് പറഞ്ഞയച്ചിട്ട് വരാം. ഓ, ബാലഗംഗാധരൻ ഹിയർ. ഞാൻ സൂതനാണ് മുതലാളി. ഇൻസ്പെക്ടർ സുരേഷ് ഇവിടെ വന്നൊരു മുറി എടുത്തിട്ടുണ്ട്. ഓഹോ, ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് അവൻ നേരെ അവിടെ വന്നു. അവന്റെ നീക്കങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളണം. ആരൊക്കെയാണ് അവിടെ വരികയും പോവുകയും ചെയ്യുന്നതെന്ന് ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം. ശരി മുതലാളി. സാറ് ക്ഷമിക്കണം. ഞാൻ അന്ന് സാറിനെതിരായിട്ട് മുദ്രാവാക്യം വിളിച്ചത് എന്റെ പാർട്ടി പറഞ്ഞതുകൊണ്ടായിരുന്നു. അവസാനം ആ പാർട്ടി തന്നെ എന്നെ ടാങ്കിൽ അടിച്ചു. കാര്യം സദാചാര വിരുദ്ധം. മനസ്സിലായില്ല. എന്റെ പൊന്ന് സാറേ, ഞാൻ ഒരു പെങ്കൊച്ചുമായിട്ട് ലോഹ്യത്തിലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവിടെ വീട്ടിൽ പോയി കിടക്കുമായിരുന്നു. കൈ കിട്ടുന്നതിന്റെ പങ്ക് കൊടുക്കുമെന്നും കണ്ടോ. അങ്ങനെ കഴിയുമ്പോ പാർട്ടിയിലെ ചില പ്രമാണിമാരവളെ നോട്ട് വിട്ടു. എന്നിട്ട് ഞാൻ പല്ലും നഖവും കൊണ്ട് എതിർത്തു. അതിനവരെന്ത് ചെയ്തെന്നറിയാവോ? ഒരു രാത്രി കുറെ ചോട്ടാ നേതാക്കളെ കൊണ്ടുവന്ന് അവിടെ വീട്ടിൽ നിന്ന് എന്നെ പിടിച്ചിറക്കി എന്റെ പല്ലും നഖവും പറിച്ചു കളഞ്ഞു. അതായത് എന്നെ പൊതിരെ തല്ലി. പിറ്റേന്ന് പാർട്ടിയിൽ നിന്ന് ഡിസ്മിസ്. അടുത്ത ആഴ്ച ഞാൻ അവളെ രജിസ്റ്റർ കല്യാണം കഴിക്കാൻ ഇരിക്കുമായിരുന്നു സാറേ. അതിനുശേഷം കണ്ടുപിടിച്ച പുതിയ സേവന മാർഗമായിരിക്കും ഇത്. എന്ത് ചെയ്യാൻ സാർ, ഒരു മുഴം വയറില്ലേ, ജീവിക്കണ്ടേ. ഈ പുതിയ തൊഴിൽ എങ്ങനെ ഇരിക്കുന്നു? ആരുടെയും തല്ലുകൊള്ളില്ല സാറേ. പിന്നെ മറ്റതുപോലെ ഈ പുറം വരവൊന്നും കിട്ടില്ല. ജോത്സരെ, ഏതോ പുതിയ പാർട്ടി വന്നിട്ടുണ്ട്. വല്ലോം തടയോന്ന് നോക്കട്ടെ. അയ്യോ.